വരൂ വരയ്ക്കാം. ഇന്ന് നമുക്ക് ഒരു വീട് വരച്ചാലോ? ഇങ്ങനെ വരച്ച് ഇങ്ങനെയാക്കി ഉണ്ടോ? അതെ, അങ്ങനെ വരച്ചു. ഇങ്ങനെ 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 ഇങ്ങനെ. ഇനി ഇവിടെ ഡോറ് വരയ്ക്കാം. ഡോറിങ്ങനെ വരച്ചു. ഇവിടെ ജനൽ വരച്ചു. ഡോർ ഇങ്ങനെ വരച്ച് ഇങ്ങനെ വരച്ച് ഇങ്ങനെ വരച്ച് പൂർത്തിയായില്ലേ? ഒരു വീട് പൂർത്തിയായി. ഇനി അടുത്തൊരു വീട് കൂടെ വരച്ചാലോ? ഇങ്ങോട്ട് മാറ്റി ഇങ്ങനെ വരച്ച് ഇങ്ങനെ വരച്ച് ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ഇങ്ങനെ പൂർത്തിയാക്കി ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരച്ച് ഇങ്ങനെ വരച്ച് സ്ക്വയറും റോംബസും ഒക്കെയാണ് വരയ്ക്കുന്നത് കേട്ടോ. ഇങ്ങനെ ചരിച്ച് വരച്ച് ഇങ്ങനെ വരച്ചു. ഇതിന് ജനലും വാതിലും ഒക്കെ അടയാളപ്പെടുത്തി ഇനി അതിൽ ചേർത്ത് അടുത്തൊരു വീട് വരച്ചാലോ? ഇങ്ങനെ വരച്ച് അങ്ങോട്ടങ്ങോട്ട് പോകും തോറും വീട് ചെറുതായി വരും. ഉണ്ടോ? ഇങ്ങനെ ചെറുതാക്കി വരയ്ക്കണം. ഇങ്ങനെ വരച്ച് ഇങ്ങനെ 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 പൂർത്തിയാക്കി. പറ്റില്ല, എല്ലാവർക്കും വരയ്ക്കാം. കണ്ടല്ലോ, 1 2 3 വീടായപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും. ഇനി വരച്ചൂടെ? വാതിൽ വരച്ചു. വീട് അകന്നു പോകും തോറും വലിപ്പം കുറഞ്ഞു കുറഞ്ഞു വരും. ഓക്കെ, ഒരു വീട് കൂടെ വരയ്ക്കട്ടെ. എങ്ങനെ വരയ്ക്കുന്നേ? ഇനി ഇതിൽ ചേർത്ത് വരയ്ക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ വരച്ചു. ഇത്തിരി കൂടെ ചെറിയ വീട്, കാരണം അത് ദൂരോട്ട് പോകും തോറും ചെറുതായിട്ടിരിക്കും. ഇങ്ങനെ വരച്ചു, ഇങ്ങനെ വരച്ചു, യോജിപ്പിച്ചു, ഇങ്ങനെയാക്കി. എന്നിട്ട് ഇവിടെ എത്ര ഡിസ്റ്റൻസ് ഇട്ടാണ് കൊടുക്കുന്നത്. ഇതിങ്ങനെ വരച്ചു, ഇങ്ങനെ
ഇങ്ങനെ വരച്ചു. ഉണ്ടോ? ഇനി വരയ്ക്കാൻ സംശയമുണ്ടോ? ഒരു വീട് കൂടെ വരയ്ക്കട്ടെ. അപ്പോൾ അതിൻ്റെ ജനലും വാതിലും പൂർത്തിയാക്കിയിട്ട് പിന്നെ അടുത്ത വീട് അങ്ങനെ വരയ്ക്കുന്നത്. ഇവിടെ ചെറുതായിട്ട് ഇങ്ങനെ വരച്ച് ഇവിടെ മുട്ടി ഇങ്ങനെ വരച്ചു. ഇങ്ങനെ പിന്നെ ഇങ്ങനെ കൊണ്ടുവന്ന് ഇവിടെ ഇങ്ങനെ വരച്ച് ഇങ്ങനെ ഒന്ന് തെളിച്ച് വരയ്ക്കും. ഇങ്ങനെ വരച്ച് ഇങ്ങനെ ഇവിടെ വരുമ്പോൾ കട്ടിയുള്ള വരയാണ്. ഇങ്ങനെ വരച്ചു. വാതിലടയാളപ്പെടുത്തി, ജനലും അടയാളപ്പെടുത്തി. ഓക്കെ, അപ്പോൾ വീട് വരയ്ക്കാൻ എല്ലാവർക്കും പിടി കിട്ടിയില്ലേ? ഇനി നമുക്ക് വേണമെങ്കിൽ ഇതിൽ ചില ഡെക്കറേഷൻസ് കൊടുക്കാം. ഒരു ചെറിയ ഡെക്കറേഷൻ കൂടെ കൊടുത്തു നോക്കാം. നമുക്കൊരു വഴി വരച്ചിടാം. ഓക്കെ, ഇങ്ങനെ വഴി റോഡ് വരച്ച് വെച്ചു. ഇവിടെ ഒരു ചെടി, ഒരു വാഴ കൂടെ വരയ്ക്കാം. അപ്പോൾ അതിന് ഇതിങ്ങനെ ഇവിടെ നിന്നൊരു ഇല ഇങ്ങനെ വന്ന് ഇങ്ങനെ അടുത്തത് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ, ഇനി ഒരു ഇല ഇങ്ങോട്ട് പോയിട്ട് ഇങ്ങനെ വന്ന് ഇങ്ങനെ ഉണ്ടോ? ഇതിനൊന്നിനും പെർഫെക്ഷൻ ഇല്ല. നമ്മൾ ദൂരെ കാണുന്നത് വരയ്ക്കുന്നതേ ഉള്ളൂ. നന്നായിട്ട് വരയ്ക്കുന്ന നല്ല എക്സ്പേർട്ട് ഡ്രോയിങ്ങുകാർ നന്നായിട്ട് വരയ്ക്കും. ഞാൻ ദൂരെ കാണുന്നത് ഒരു വ്യൂ, ഫ്രഷേഴ്സിന് വേണ്ടി അതായത് ബിഗിനർ ലെവലിലൊരു ദൂരക്കാഴ്ചയിൽ നമുക്ക് എന്താ നമ്മൾ കാണുന്നതെന്ന് വെച്ചാൽ അതാണ് വരയ്ക്കുന്നത്. അല്ലാതെ ഞാൻ എക്സ്പേർട്ടല്ല, ഞാൻ വര പഠിച്ചിട്ടില്ല. എൻ്റെ ചെറിയ വാസനയിൽ നിന്നുകൊണ്ട് വരയ്ക്കാൻ ഞാൻ വരയ്ക്കുന്നത് നിങ്ങൾക്ക് കൂടി ഷെയർ ചെയ്യുന്നതാണ്. ഒരു വാഴയും വരച്ചു. ഇത്രയൊക്കെ പോരെ തൽക്കാലം. ഇനി വേണമെങ്കിൽ ഒരു മരം കൂടി വരയ്ക്കാം. വേണ്ട, തൽക്കാലം ഇത്രയും വരച്ച് പഠിച്ചിട്ട് ബാക്കി മതി. ഓക്കെ, ഇപ്പോൾ വീട് വരയ്ക്കാൻ എല്ലാവരും